വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. ജീവനക്കാർക്ക് ആജീവനാന്തം 10,000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിന്റെ 113ാം വാർഷിക പൊതുയോഗം അംഗീകരിച്ചു. 507 ജീവനക്കാർക്കാണ് ഇത് കിട്ടുക. ഇതിനുവേണ്ട നിക്ഷേപം ബാങ്ക് വഹിക്കും. ജീവനക്കാർ ഒന്നും നൽകേണ്ട. 2023-24 ബാങ്കിന്റെ ബാധ്യതാശേഷം മൂലം 4,618 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 809 കോടി രൂപ കൂടുതൽ. രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ ഏറ്റവും ഉയർന്ന ബാധ്യതാശേഷ മൂല്യമാണിത്. 2023-24 609 കോടി രൂപയാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ അറ്റ ലാഭം. ഓഹരി ഉടമകൾക്ക് 10% ലാഭവീതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16.34% മൂലധന പര്യാപ്തത. വായ്പാ നിക്ഷേപ അനുപാതം 81.50%. 2024 മാർച്ച് 31 കണക്കു പ്രകാരം ബിസിനസ് 57,265 കോടി കവിഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 12,201 കോടി രൂപ കൂടുതൽ. 33,681.71 കോടി രൂപ വായ്പ നൽകി. കഴിഞ്ഞ വർഷത്തേക്കാൾ 7,231.66 കോടി രൂപ കൂടുതൽ. നിക്ഷേപം 4,969.37 കോടി രൂപ ഉയർന്ന് 23,582.92 കോടിയിലെത്തി. അറ്റ നിഷ്ക്രിയ സ്വത്ത് 1.66% മാത്രം. അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള ISO അംഗീകാരവും ബാങ്കിന് കിട്ടി. വാർഷിക പൊതുയോഗത്തിൽ ചെയർമാൻ വിദ്യാധർ അനസ്കർ അധ്യക്ഷനായി. അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിന്റെ വിദേശ സംഭാവന ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. ചട്ടലംഘനം ആരോപിച്ചാണിതെന്ന് പറയപ്പെടുന്നു. ലോകമെങ്ങുമുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ അപെക്സ് സ്ഥാപനമാണ് ICA. സഹകരണ വിജ്ഞാനവും വൈദഗ്ധ്യവും പകരലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഏകോപനവുമാണ് പ്രധാന പ്രവർത്തനം. 1895 സ്ഥാപിച്ച ഇത് ലോകത്തെ ഏറ്റവും പഴയ സർക്കാരിതര സന്നദ്ധ സംഘടനകളിൽ ഒന്നാണ്. 100 കോടിയിൽ പരം അംഗങ്ങളുമുണ്ട്. നവംബറിൽ ICA ഡൽഹിയിൽ അന്താരാഷ്ട്ര സമ്മേളനം ചേരാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ നടപടി. ICA ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഒത്തുകൂടി സമൂഹാഭിവൃദ്ധിക്കു വേണ്ടി കൂട്ടായ്മയും സമാധാനപരമായും പ്രവർത്തിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ആരായുക എന്ന ലക്ഷ്യം ഡൽഹിയിൽ ചേരാനിരിക്കുന്ന സമ്മേളനത്തിനുണ്ട്. 100 രാജ്യങ്ങളിൽ നിന്നായി 1,500-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലൈസൻസ് റദ്ദാക്കാനുള്ള കാരണത്തെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെടുകയോ അതിന്റെ കാലാവധി കഴിയുകയോ ചെയ്ത ഒരു സംഘടനയും സർട്ടിഫിക്കറ്റ് പുതുക്കും വരെ വിദേശ സംഭാവന സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നാണ് വ്യവസ്ഥ. ICAയുടെ ഏഷ്യ പസഫിക് മേഖലാ ഓഫീസ് ഡൽഹിയിലാണ്. ഇന്ത്യക്കാരനായ ഡോക്ടർ ചന്ദ്രപാൽ സിംഗ് യാദവാണ് ICAAPയുടെ അധ്യക്ഷൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ICAAPയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത്. ലൈസൻസ് റദ്ദാക്കലിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന സംശയവുമുണ്ട്. കേന്ദ്ര സർക്കാർ BJP നിയന്ത്രണത്തിലാണെങ്കിലും ICA ഏഷ്യ പസഫിക് പ്രസിഡന്റായ ഡോക്ടർ ചന്ദ്രപാൽ സിംഗ് യാദവ് പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. സഹകരണ ഭീമനായ കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ചെയർമാനായ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭാ അംഗവും ലോകസഭാ അംഗവുമായിട്ടുണ്ട്. നിരവധി NGOകളുടെ വിദേശ സംഭാവന ലൈസൻസ് റദ്ദാക്കിയ കൂട്ടത്തിലാണ് ICAയുടേതും റദ്ദാക്കപ്പെട്ടത്. ഒരു സംസ്ഥാനം ഒരു മേഖലാ ഗ്രാമീണ ബാങ്ക് അഥവാ RRB എന്ന നയം പ്രാവർത്തികമാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര ധനമന്ത്രാലയം മുന്നോട്ട്. ഇതിനായുള്ള ചർച്ചകൾ സജീവമാണ്. 2025 സാമ്പത്തിക വർഷാവസാനത്തോടെ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ഉദ്ദേശമെന്നാണ് സൂചന. പല RRBകളെയും ലയിപ്പിക്കേണ്ടി വരും. ഭേദഗതികളുടെ കരട് രൂപം തയ്യാറായി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ RRBകളുടെ മേധാവികളുമായി ചർച്ചകൾ നടത്തി. ജീവനക്കാരുടെ ക്ഷാമവും ഇടപാടുകൾ വിവിധ RRBകളിലായി വിഭജിക്കപ്പെട്ടു പോകുന്നത് കൊണ്ടുള്ള അധിക ചെലവും സാങ്കേതികവിദ്യ കൂടുതൽ ആധുനീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് സർക്കാരിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. 44 RRBകളാണുള്ളത്. ഇത് 30 കുറയ്ക്കും. ഓരോ സംസ്ഥാനത്തും കഴിവതും ഒരു RRB മാത്രമാക്കും. UP, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2ഉം അതിലേറെയും RRBകളുണ്ട്. ഒരു സംസ്ഥാനത്ത് ഒരു RRB മാത്രമാക്കുമ്പോൾ കോർ ബാങ്കിങ്ങും മറ്റു നടപടി പ്രവർത്തനത്തിനും പൊതുരൂപം കൊണ്ടുവരും. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദ ലഡുവിനായി മായം ചേർത്ത നെയ് വിതരണം ചെയ്തെന്ന ആരോപണം നേരിടുന്ന ഡിണ്ടിഗലിലെ ഡയറിയിൽ നിന്ന് കേരള സംസ്ഥാന ക്ഷീരവിപണന ഫെഡറേഷൻ പാൽ സംഭരിച്ചിട്ടുണ്ടെന്ന വാർത്തകളും സമൂഹ മാധ്യമ പരാമർശങ്ങളും തെറ്റാണെന്ന് മിൽമ അറിയിച്ചു. ആരോപണങ്ങളിൽ ഉൾപ്പെട്ട ഡയറിയിൽ നിന്ന് മിൽമ ഒരിക്കലും പാൽ സംഭരിച്ചിട്ടില്ല.
ദശാബ്ദങ്ങളായി വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതും വീടുകളിൽ ചിരപരിചിതവുമായ ബ്രാൻഡായ മിൽമ സുരക്ഷിതവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ക്ഷീരോൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിപ്പിൽ പറഞ്ഞു. ഡയറി സഹകരണ ഭീമനായ അമൂലും തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട നിഷേധക്കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമൂൽ തിരുപ്പതി ക്ഷേത്രത്തിന് നെയ്യ് നൽകിയിട്ടുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് വ്യക്തമാക്കി കമ്പനി പ്രഥമ വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തു. ലഡു പ്രസാദം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരിക്കലും അമൂൽ തിരുപ്പതി ക്ഷേത്രത്തിന് നെയ്യ് നൽകിയിട്ടില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ അമൂലിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. തെറ്റായ പ്രചാരണം വിശ്വസിക്കരുതെന്ന് അമൂൽ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. ISO സർട്ടിഫിക്കറ്റുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ ഉയർന്ന ഗുണനിലവാരമുള്ള പാലിന്റെ കൊഴുപ്പിൽ നിന്നാണ് അമൂൽ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും മായം ചേർക്കൽ തടയൽ പരിശോധനകൾക്കു ശേഷമാണ് പാൽ ഉപയോഗിക്കുന്നതെന്നും അമൂൽ അറിയിച്ചു. സമൂഹ മാധ്യമമായ എക്സിൽ അമൂലിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രണ്ടാം ധവള വിപ്ലവത്തിന്റെ ഭാഗമായി ദേശീയ ക്ഷീരവികസന ബോർഡ് 1000 വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾക്ക് സഹായം നൽകും. ഇതിന് കർമ്മ പദ്ധതി തയ്യാറാക്കി. ക്ഷീര അസോസിയേഷനുകളിലൂടെയും ക്ഷീരോത്പാദക സ്ഥാപനങ്ങളിലൂടെയുമാണ് സഹായം നൽകുക. പാൽ സംഭരണത്തിനാണ് സഹായം. കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീര മന്ത്രാലയത്തിന്റെ ദേശീയ ക്ഷീരവികസന പദ്ധതിയുടെ കീഴിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ. 5 കൊല്ലം കൊണ്ട് പാൽ സംഭരണം 50% വർദ്ധിപ്പിക്കലാണ് രണ്ടാം ധവള വിപ്ലവത്തിന്റെ ലക്ഷ്യം. മികച്ച കന്നുകാലി ഇനങ്ങളും പോഷകമൂല്യം കൂടിയ കാലിത്തീറ്റകളും വികസിപ്പിക്കുന്നതിൽ സഹകരിക്കാൻ NDDB ചെയർമാൻ ഡോക്ടർ മനീഷ് സി ഷാ ന്യൂസിലാൻഡ് പ്രാഥമിക വ്യവസായ മന്ത്രാലയ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. A1 മിൽക്ക്, A2 മിൽക്ക് ജൈവപാൽ സർട്ടിഫിക്കേഷനുകളുടെ കാര്യവും ഒട്ടകപ്പാലും പലയിനം ആടുകളുടെ പാലും ക്ഷീരോൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകളുടെ കാര്യവും ചർച്ചയിൽ വന്നു. ജൈവ കൃഷിക്കാര്യങ്ങളും ചർച്ചയായി. NDDBയുടെ മുഖ്യ ഉടമസ്ഥതയിലാണ് ദേശീയ ജൈവോൽപ്പന്ന സഹകരണ കമ്പനി. വിളയാവശിഷ്ടങ്ങളും പ്രാദേശികമായി കിട്ടുന്ന ഭക്ഷ്യഘടകങ്ങളും കന്നുകാലികൾക്ക് സന്തുലിതാഹാരമാക്കാവുന്ന NDDBയുടെ റേഷൻ ബാലൻസിംഗ് പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ മനീഷ ന്യൂസിലാൻഡ് സംഘത്തോട് വിവരിച്ചു. കർഷകരെ ബോധവൽക്കരിച്ചാണ് ഇത് നടപ്പാക്കുന്നത്. ഹരിതഗൃഹവാതക പ്രശ്നം കുറയ്ക്കാൻ ഇതിന് കഴിയും. എല്ലാ സഹകരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സഹകരണാന്തര സഹകരണം ദേശീയ തലത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ പറഞ്ഞു. 3ാം മോദി സർക്കാർ 100 ദിവസത്തിനകം സഹകരണ രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. വിവിധോദ്ദേശ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളും ക്ഷീരസംഘങ്ങളും മത്സ്യ സംഘങ്ങളും അടക്കം 2 ലക്ഷം സംഘങ്ങളുടെ രൂപീകരണ ശാക്തീകരണങ്ങൾക്കുള്ള മാർഗദർശിക അദ്ദേഹം പ്രകാശനം ചെയ്തു. രണ്ടാം ധവള വിപ്ലവത്തിനും സഹകരണാന്തര സഹകരണത്തിനുമുള്ള മാതൃകാ നടപടിക്രമങ്ങളും പുറത്തിറക്കുകയും ചെയ്തു. 100 ദിവസം കൊണ്ട് 10 പ്രധാന നടപടികളെടുത്തെന്ന് ഷാ പറഞ്ഞു. അതിൽ 3 എണ്ണമാണ് മാർഗദർശികയുടെയും 2 SOPകളുടെയും പ്രകാശനം. സഹകരണത്തിന് പ്രത്യേക കേന്ദ്ര മന്ത്രാലയം എന്നത് 70 കൊല്ലമായുള്ള ആവശ്യമാണ്. പക്ഷേ അത് അവഗണിച്ചു. അതിനാൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ സഹകരണ പ്രസ്ഥാനം നന്നായി വളർന്നുള്ളൂ. മറ്റിടങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ദയാവായ്പിലാണ് നിലനിൽപ്പ്. ചില സംസ്ഥാനങ്ങളിൽ ഒട്ടുമില്ലാതായി. ഓരോ ഗ്രാമത്തിലും തൊഴിലും മാന്യമായ ജീവിതവും നൽകാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയണം. ഇതിനായി 3 വർഷത്തിനകം 60-ൽ പരം കാര്യങ്ങൾ തുടങ്ങി. സഹകരണ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഗുജറാത്തിലെ പഞ്ചമഹാൽ, ബസ്കന്ത ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ തീരുമാനിച്ചു. പ്രാഥമിക സംഘങ്ങളും ക്ഷീരോത്പാദക സംഘങ്ങളുമായും ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും നൽകി. ഇതൊക്കെ മൂലം ആ 2 ജില്ലകളിൽ സഹകരണ ബാങ്കുകളിൽ 4 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ തുറക്കാനും 550 കോടിയിലധികം രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും കഴിഞ്ഞു. 1732 മൈക്രോ ATMകൾ ഏർപ്പെടുത്തി. 20,000 പുതിയ ക്രെഡിറ്റ് കാർഡുകളാണ് നൽകിയത്. ഈ കാർഡുകളിലായി 24 ലക്ഷം രൂപയുടെ ഡിജിറ്റൽ ഇടപാട് നടന്നു. ഗുജറാത്തിൽ ആകെ ഇത് നടപ്പാക്കൽ പൂർണ്ണമായിട്ടില്ല. എങ്കിലും 9 ലക്ഷത്തോളം പുതിയ അക്കൗണ്ടുകൾ തുറക്കാനായി. സഹകരണ ബാങ്കുകളിൽ 4000 കോടിയുടെ അധിക നിക്ഷേപം വന്നു, അമിത് ഷാ പറഞ്ഞു. സഹാറ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് വഞ്ചിതരായവർക്ക് പണം തിരിച്ചു നൽകുന്ന നടപടി വേഗത്തിലായി. 3.5 ലക്ഷം പേർക്ക് 500 കോടി രൂപ ഇതിനകം നൽകി. 10 ദിവസത്തിനകം 500 കോടി കൂടി നൽകും.
കഴിഞ്ഞ ആഴ്ച ഓരോ നിക്ഷേപകനും നൽകാവുന്ന പരമാവധി തുക 50,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു. തട്ടിപ്പിൽ ഉൾപ്പെട്ട 4 സ്ഥാപനവും ഒരേ വളപ്പിലാണ്. ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ അതേ വളപ്പിലെ മറ്റൊരു സ്ഥാപനത്തിന്റെ സീലും തിരിച്ചുമൊക്കെയുണ്ട്. ഇത് രേഖാപരിശോധന ബുദ്ധിമുട്ടാക്കുന്നു. യഥാർത്ഥ നിക്ഷേപകർക്കാണ് പണം കിട്ടുന്നതെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതി കർശന വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. സെബി സഹാറ റീഫണ്ട് അക്കൗണ്ടിൽ 24,979.67 കോടി രൂപയുണ്ട്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അപേക്ഷയിൽ ഇതിൽ നിന്ന് 5,000 കോടി കേന്ദ്ര സഹകരണ രജിസ്ട്രാർക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ വിതരണം കഴിഞ്ഞാൽ കൂടുതൽ തുക വിട്ടുകിട്ടാൻ സുപ്രീംകോടതിയെ സമീപിക്കും. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സഹാറ CRCS റീഫണ്ട് പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിലാണ് ക്ലെയിം സമർപ്പിക്കേണ്ടത്. സഹായ ഫോൺ നമ്പറും ഉപയോഗ രീതിയും പതിവ് സംശയങ്ങൾക്കുള്ള മറുപടികളും ഇതിലുണ്ട്. 5.5 ലക്ഷം പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും ക്ലെയിം സമർപ്പിക്കാം. അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളിന്റെ സഹായത്തോടെ ജസ്റ്റിസ് R. സുഭാഷ് റെഡ്ഡിയാണ് പണം തിരിച്ചു കൊടുക്കൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സഹാറ വായ്പാ സഹകരണ സംഘം, സഹാറയാൻ യൂണിവേഴ്സൽ മൾട്ടിപർപ്പസ് സംഘം, ഹമാര ഇന്ത്യൻ വായ്പാ സഹകരണ സംഘം, സ്റ്റാർസ് മൾട്ടിപർപ്പസ് സഹകരണ സംഘം എന്നിവയാണ് സഹാറ ഗ്രൂപ്പിലുള്ളത്. ഗുജറാത്തിലെ 99% ക്ഷീരസഹകരണ സംഘങ്ങളും അക്കൗണ്ട് എടുത്തിട്ടുള്ളത് സഹകരണ ബാങ്കുകളിലാണെന്ന് ഗുജറാത്ത് സഹകരണ ക്ഷീരവിപണന ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജയൻ മേത്ത അറിയിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 100 ദിന സംരംഭങ്ങളെക്കുറിച്ചുള്ള ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷീരസംഘങ്ങളുടെ സാമ്പത്തിക പ്രാപ്യത വർദ്ധിപ്പിക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ സുഗമമാക്കാനുമാണ് സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3-ാം വഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.